ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഹൗ ടു ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ലൈഫ്. ജീവിതത്തിൽ നമുക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താം. ആദ്യമായിട്ട് ഓൾവേസ് തിങ്ക് ഓഫ് പ്രസന്റ് ലൈഫ്. ഇന്നത്തെ ജീവിതം നാളെ മറ്റന്നാളിൽ അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ടു ലിവ് ഇൻ ദ പ്രസന്റ്. ജീവിതം ഇന്നുള്ളതാണ്, ആ ഇന്നത്തെ ജീവിതം ജീവിച്ച് തീർക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഷെല്ലി പറയുന്നുണ്ട്, ഫേമസ് റെവല്യൂഷണറി പോയറ്റാണ്, റൊമാൻറ്റിക് പോയറ്റാണ് PB ഷെല്ലി. അദ്ദേഹം പറയുന്നു, വി ലുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആൻഡ് പൈൻ ഫോർ വാട്ട് ഈസ് നോട്ട്. മനുഷ്യന്റെ പ്രത്യേകതയാണ്, നമ്മൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ചും വരാനുള്ള കാലത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കും, അതിനിടയ്ക്ക് ആ ഒരു പ്രസന്റ് ലൈഫിനെ കുറിച്ച് നമ്മൾ മറന്നു പോകുന്ന അവസ്ഥ. അത് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷം കണ്ടെത്താം. കാരണം പാസ്റ്റ് നമ്മളുടെ കയ്യിൽ നിന്ന് പോയതാണ്, ഫ്യൂച്ചർ നമുക്ക് എന്താണെന്ന് പോലും അറിയില്ല. തൊട്ടടുത്ത നിമിഷം നമ്മൾ ജീവിക്കുമോ അല്ലെങ്കിൽ നമ്മളുടെ ജീവൻ ഉണ്ടാകുമോ എന്ന ഒരു ഉറപ്പ് പോലും നമുക്ക് ഇല്ലാത്ത സ്ഥിതിക്ക് അതിനെക്കുറിച്ച്, അത് രണ്ടും നമ്മുടെ കൺട്രോളിലല്ല. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മളുടെ കൺട്രോളിലുള്ള ആ ഒരു പ്രസന്റ് ലൈഫിനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും. അതേപോലെ എപ്പിക്യൂറിയൻ തിയറി അത് തന്നെയാണ് പറയുന്നത്, ഈറ്റ് ഡ്രിങ്ക് ആൻഡ് ബി മെറി ടുമോറോ യു മേ ഡൈ. തിന്നുക, കുടിക്കുക, സന്തോഷിക്കുക, കാരണം നാളെ ഒരു പക്ഷേ മരിച്ചു പോയേക്കാം, മരണപ്പെട്ടേക്കാം. അതുകൊണ്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. എപ്പിക്യൂറിയൻ തിയറിയാണ്. അതേപോലെ കാർപ്പേദിയം എന്ന ലാറ്റിൻ ഫ്രേസും ടു സീസ് ദ ഡേ എന്നാണ്. ആ അന്നുള്ള ദിനം അന്നന്ന് ജീവിക്കുക എന്ന ആ ഒരു സന്തോഷം നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് അതിലൂടെയാണ്. രണ്ടാമത്തത് ട്രാവൽ എ ലോട്ട്. ഒരുപാട് സഞ്ചരിക്കുക, യാത്ര ചെയ്യുക. യാത്ര ചെയ്യുക മീൻസ് വലിയ വലിയ പട്ടണങ്ങളിലൊന്നും പോകണമെന്ന് പറയുന്നില്ല. നമ്മളുടെ ആ ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റിക്ക് ഒതുങ്ങുന്ന രീതിയിൽ, അതൊരു പക്ഷേ തൊട്ടപ്പുറത്തുള്ള ബീച്ചാകാം, അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ഏതെങ്കിലും ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാകാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തന്നെ പോയാലും മതി. പക്ഷെ ആ ഒരു യാത്രയിലൂടെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കണം. ആ ഒരു എല്ലാ ദുഃഖങ്ങളും മറന്ന് ആ ഒരു യാത്ര ഏതെങ്കിലും ഒരു ദിവസം അതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കാം. നമുക്കറിയാം, പലരും അന്നുള്ള ആ ഒരു ഡെയിലി ലൈഫിൽ അവർ സ്വത്ത് അല്ലെങ്കിൽ ആ ഒരു പണം സമ്പാദിച്ച് പല പല രാജ്യങ്ങളിലും സന്ദർശിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരുടെ വാർത്തകളൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. അത്തരത്തിലുള്ള യാത്രകൾ, കാരണം നമുക്ക് ആകെ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, ആ ഒരു ജീവിതത്തിൽ മാക്സിമം അടിച്ചു പൊളിച്ച് ജീവിക്കാം. രണ്ടാമത്തേത്, ബി വിത്ത് ഗുഡ് ഫ്രണ്ട്സ് ഓർ പോസിറ്റീവ് പീപ്പിൾ. നല്ല സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ആളുകൾ, അത് ആരായാലും അവരോടൊപ്പം ചേരുക. അതായത് ഇപ്പം നമുക്കറിയാം, ചില ആളുകൾ നമ്മളെ കാണുമ്പോൾ പറയും, അയ്യോ മോളെ നല്ലോണം മെലിഞ്ഞു പോയാൽ ഇതെന്താ പറ്റിയ ഭക്ഷണമൊന്നും ഇല്ലെന്ന് ചോദിക്കും. അതേസമയം നമ്മൾ തടിച്ചിട്ടാണെങ്കിൽ ചോദിക്കും, ഇതെന്തെന്നാ ആനയെ പോലെ ഉണ്ടല്ലോ, നീ ഇതെന്താ ഉള്ളതെല്ലാം കഴിക്കുന്നതാണോ. ആ ഒരു രീതിയിലുള്ള നമ്മളുടെ ആ ഒരു അങ്ങനെ നമ്മളെ തളർത്തുന്ന രീതിയിലുള്ള ആളുകളെ മാക്സിമം ഒഴിവാക്കുക. നമ്മളോട് നമ്മുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ മനുഷ്യനുണ്ടാകാം, അത് നമ്മളുടെ പേഴ്സണലായിട്ട് പറയുന്ന ആളുകൾ, അവരാണ് നമ്മളുടെ ഉറ്റ ചങ്ങാതിമാർ അല്ലെങ്കിൽ നമ്മളുടെ റിയൽ ഫ്രണ്ട്സ്. അങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തുക. ബാക്കി നമ്മളുടെ നെഗറ്റീവായിട്ട് നമ്മളെ തളർത്തുന്ന ആളുകളോട് നല്ല ഒരു പുഞ്ചിരിയോടുകൂടി അവരെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അതേപോലെ നല്ല ആളുകളുമായിട്ട് കമ്പനി കൂടുക. പിന്നീട് നമുക്ക് ചെയ്യാവുന്നത് ഡു വാട്ട് യു ലൈക്ക്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പം നമുക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ വായിക്കാൻ ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സുഹൃത്തുക്കളോട് വർത്തമാനം പറയാനായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ള നമ്മളുടെ ഇഷ്ടങ്ങൾ ഒരു നിയന്ത്രണമില്ലാതെ, അത് നിയന്ത്രണം വേണ്ടെന്നല്ല, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. മറ്റുള്ളവരുടെ കളിപ്പാവയാകാതെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും കുറച്ച് സമയം അതിനായിട്ട് മാറ്റിവെച്ചാലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും. അതേപോലെ ഏറ്റവും അവസാനം, ബി എ പേഴ്സൺ ഓഫ് ഗോൾഡൻ ഹാർട്ട്. ഒരു നല്ല ഹൃദയത്തിനുടമയാവുക. നമ്മളുടെ കാര്യം നോക്കി, അതായത് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളെക്കാൾ ഉപരി നമുക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കേണ്ടെന്നല്ല, മറ്റുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു നല്ല ഹൃദയത്തിനുടമയാകുക. അത് നമ്മൾ പ്രാർത്ഥനകളിലൂടെ, മെഡിറ്റേഷനിലൂടെ, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളിൽ ചെയ്യുന്നതിലൂടെ, നല്ല നല്ല ആളുകളുമായിട്ട് ഇടപഴകുന്നതിലൂടെയൊക്കെ നമുക്ക് ആ ഒരു നല്ല ഹൃദയത്തിന് ഉടമയാകാൻ സാധിക്കും. ഹാവ് എ വണ്ടർഫുൾ ഡേ.